ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് രണ്ട് മോഡ്യൂൾസ് മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് പ്രോബബിലിറ്റി, എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ രണ്ട് മോഡ്യൂൾസിൽ. അപ്പോൾ അത് തന്നെ ഈ പ്രോബബിലിറ്റി തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് വഴി ചെയ്യുന്നതും മറ്റൊന്ന് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് വഴി ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതുപോലെ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, അതിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം പ്രോബബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്. ഓക്കെ, അതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നതെന്ന് പറഞ്ഞു. ആൻ എക്സ്പെരിമെന്റ് ഹൂസ് ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ്, നമുക്ക് പ്രീവിയസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഒരു എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഒരു ഔട്ട്പുട്ട് കിട്ടണം. ഏതൊരു എക്സ്പെരിമെന്റ് ചെയ്താലും നമുക്കൊരു സ്പെസിഫൈഡ് ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കൊരു ഔട്ട്കം കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക എന്ന് നമുക്ക് പ്രീവിയസ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, ഡൈസ് ടോസ് ചെയ്യുന്നു, ഇതെല്ലാം എന്താണ്, റാൻഡം എക്സ്പെരിമെന്റ് ആണ്. കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം രണ്ടിൽ ഏതെങ്കിലും ഒന്നുകിൽ ഹെഡ് വരാം, അല്ല എങ്കിൽ ടെയിൽ വരാം. അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഹെഡാണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. ടെയിലാണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. അതേപോലെ തന്നെയാണ് ഡൈസ് ടോസ് ചെയ്യുന്നത്. ഡൈസ് ടോസ് ചെയ്യുമ്പോൾ ഡൈസിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. ഈ 6 ഫേസസിൽ ഏത് ഫേസ് വേണമെങ്കിലും ഡൈസിൽ വരാം. ഓക്കെ, അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ്, അതായത് ഏത് ഫേസ് ആണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ആ റാൻഡം എക്സ്പെരിമെന്റ്, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കാം. ദ സെറ്റ് ഓഫ് ആൾ ഔട്ട്കംസ് ഫോർ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കാൾഡ് സാമ്പിൾ സ്പേസ്. നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്ന ഔട്ട്കംസിനെ എല്ലാം ഒരു സെറ്റിനകത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പൊ അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയത് ടെയിൽ ആണെന്ന് വിചാരിക്കുക. സോ സപ്പോസ് ആദ്യം കിട്ടിയത് ടെയിൽ, രണ്ടാമത് കിട്ടിയതും ടെയിൽ, മൂന്നാമത് കിട്ടിയതും ഹെഡ് ആണ്. സോ 3 തവണയാണ് ഞാൻ ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഔട്ട്കമിന്റെ എല്ലാത്തിന്റെയും സെറ്റ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ആദ്യം കിട്ടിയത് ടെയിലാണ്, രണ്ടാമത് കിട്ടിയത് ടെയിലാണ്, മൂന്നാമത് കിട്ടിയത് എന്താണ്, ഹെഡ് ആണ്. ഇങ്ങനെ തന്നെ വരണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഏതോ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എനിക്ക് ഒരു ഔട്ട്കം കിട്ടിയത്. ഓക്കെ, ഈ ഔട്ട്കമിനെ എല്ലാം സെറ്റിനകത്ത് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ സ്പേസ്. ആ സെറ്റിന് പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എ സാമ്പിൾ സ്പേസ് ഈസ് ഡിസ്ക്രീറ്റ്. ഈ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആവുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ് ഹാസ് ഫൈനൈറ്റ്ലി മെനി ഓർ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതിനകത്ത് നമുക്ക് എത്ര തവണ നമ്മൾ ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നു, ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഒരു ഫൈനൈറ്റ് ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആദ്യം ഒരു സ്പെസിഫൈഡ് ടൈം 0th ടൈം, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ആ രീതിയിൽ മാത്രമാണ് നമ്മൾ ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്. മറിച്ച് വേറൊരു ടൈം പറയുകയാണ്, 0ക്കും 1നും ഇടയിൽ എല്ലാ ടൈമിലും, 0ക്കും 1നും ഇടയിൽ എത്ര ഡിസ്ക്രീറ്റ് പോയിന്റ്സ് ഉണ്ടാവും, എത്ര ചെറിയ പോയിന്റ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം 0, 1 എന്ന് പറയുന്നത് 0, 0.1, 0.2, 0.3 അങ്ങനെ ചെറുതാക്കാം. വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ? പറ്റും. 0.01, 0.02 ആ രീതിയിലും ചെറുതാക്കാം. അപ്പോൾ ഏതൊരു വളരെ വളരെ ചെറിയ ടൈമിലോ ഡ്യൂറേഷനിൽ നമുക്ക് ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നെങ്കിൽ അത്തരം റാൻഡം എക്സ്പെരിമെന്റ്സിനെയാണ് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് വരുന്ന സമയത്ത് എന്താ പ്രത്യേകത? 0, then അടുത്ത 1, then 2, ആ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് റാൻഡം എക്സ്പെരിമെന്റ്സ്, ഫൈനൈറ്റ് ടൈം ഓഫ് റാൻഡം എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ്ലി ഓർ മെനി നമ്പർ ഓഫ് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ്, നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ആ എലമെന്റ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ 3 തവണയാണ് ചെയ്തത്. ആദ്യം 0th ടൈം, then ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം. ഓക്കെ, അത്തരത്തിലുള്ള റാൻഡം എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഫുൾ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്ന ടേംസ് എന്ന് പറയുന്നത് മീൻ ആൻഡ് വേരിയൻസ്. അത് എന്താണ് മീൻ, എന്താണ് വേരിയൻസ്? സാധാരണ മീൻ എന്ന് പറയുന്നത്, സാധാരണ നമ്പേഴ്സിന്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സിന്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പറയുന്നത് തന്നെയാണ് മീൻ.
ഓക്കെ, അതെന്താ നമ്മൾ ചെയ്യുന്നത്? കുറെ നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആദ്യം ആ നമ്പേഴ്സിന്റെ എല്ലാത്തിനെയും സം എടുത്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര എണ്ണം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. ഇതേ കാര്യം നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ പ്രോബിലിറ്റിയിലേക്ക് വരുന്ന സമയത്താണ് അതിന്റെ വേർഡ് എന്തായി മാറുന്നത്? മീൻ എന്ന രീതിയിൽ മാറുന്നത്. സോ മീൻ കണ്ടുപിടിക്കുന്നത് ഇ ഓഫ് എക്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ എന്ന് പറയുന്നത്. ഇ ഓഫ് എക്സിനെയാണ് ഞാൻ മീൻ എന്ന് നോട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ടൈമിലാണ് ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അതിനെയാണ് എക്സ് നോട്ടേറ്റ് ചെയ്യുന്നത്. 0, 1, 2, 3 അങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് ഇന്റർവെൽ ഓഫ് പോയിന്റ് ആയിരിക്കും എക്സ്. ദെൻ എഫ് ഓഫ് എക്സ് ആ സമയത്തുള്ള പ്രോബിലിറ്റി വാല്യൂ. ഓക്കെ, ദെൻ ഇ ഓഫ് എക്സ് സ്ക്വയർ ഇതിനെ പറയുന്നതാണ് സെക്കൻഡ് ഓർഡർ മീൻ എന്ന് പറയും. സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇതെന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദെൻ പുതിയൊരു ടേം ആണ് വേരിയൻസ്. ഓക്കെ, വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടേം വെച്ചിട്ടാണ് നമ്മൾ വേരിയൻസ് കാണുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനും പുറമെ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. പ്രോബബിലിറ്റി വാല്യൂസ്, ഏതെല്ലാം പ്രോബബിലിറ്റി വാല്യൂസ് ഉണ്ടോ ആ പ്രോബബിലിറ്റി വാല്യൂസിന്റെ എല്ലാത്തിന്റെയും സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഓക്കെ അല്ലേ? അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. നമുക്കൊരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോബബിലിറ്റി, ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. ഇത് നമ്മൾ +2 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റിയും എന്ത് തന്നെയാണ്? 1/2 ആണ്. ഓക്കെ, എങ്ങനെയാണ് ഈ 1/2 കിട്ടിയത്? ഓവറാൾ ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 2 എണ്ണമാണ്. ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിൽ ഒരെണ്ണമാണ് കിട്ടുന്നത്. ടോട്ടൽ എത്രയാണ്? 2 ആണ്. സോ ഏതാണോ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ ഓവറാൾ സം, എത്ര എണ്ണം മൊത്തത്തിൽ വരാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത്. സോ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലും 1/2 ആണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലും എന്ത് തന്നെയാണ്? 1/2 തന്നെയാണ്. അല്ലെ? സോ ഈ രണ്ട് പ്രോബബിലിറ്റി വാല്യൂസ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? 1/2 പ്ലസ് 1/2 1 ആണ് കിട്ടുന്നത്. അല്ലെ? 1/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 അല്ലേ? 1/2 പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു 1. ഇനി ഇതേ സ്ഥാനത്ത് ഞാനൊരു ഡൈസ് ടോസ് ചെയ്യാണ്. ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന പ്രോബബിലിറ്റി എന്താണ്? ഡൈസിന് 6 ഫേസ് ഉണ്ട്. 6 ഫേസിൽ 1 to 6 വരെയുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും എനിക്ക് കറക്റ്റ് ഫേസ് ആയിട്ട് കിട്ടുക. ഓക്കെ, 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6, 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലും എന്ത് തന്നെയാണ്? 1/6, 3 കിട്ടാനാണെങ്കിലോ 1/6. എല്ലാം വാല്യൂ കിട്ടാനായിട്ട്, അതായത് 1 കിട്ടാനുള്ളത് 1/6, 2 കിട്ടാനുള്ളതും 1/6, 3 ആണെങ്കിൽ 1/6, 4 ആണെങ്കിലും 1/6, 5 ആണെങ്കിലും 1/6, 6 കിട്ടാനാണെങ്കിലും പ്രോബബിലിറ്റി 1/6. ഓവറാൾ സം എത്രയാണ്? 1 ആയിരിക്കും. അതായത് എല്ലാ പ്രോബബിലിറ്റി വാല്യൂസിന്റെ സം എല്ലായ്പ്പോഴും എത്രയായിരിക്കും കിട്ടുക? 1 ആയിരിക്കും കിട്ടുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓവറാൾ പ്രോബബിലിറ്റി വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ അതുപോലെ ഓവറാൾ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം നോക്കാം. എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. എക്സിന്റെ ഡേറ്റ വരുന്നു 0, 1, 2, 3 എക്സെട്ര അപ് ടു ഏതുവരെയാണ്? 8 വരെ. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ്, അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ 0 ആണെങ്കിൽ എ ആണ്, 1 കറസ്പോണ്ടിങ് 3a ആണ്, 2 കറസ്പോണ്ടിങ് 5a, അങ്ങനെ 17a വരെ. ഓക്കെ അല്ലേ? സോ ഫൈൻഡ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? ഫൈൻഡ് എ ആൻഡ് പി ഓഫ് എക്സ് ലെസ് ദാൻ 3. എ കണ്ടുപിടിക്കണം, എക്സ് ലെസ് ദാൻ 3യുടെ വാല്യൂ കണ്ടുപിടിക്കണം, ആൾസോ എന്തും കണ്ടുപിടിക്കണം? വേരിയൻസ് കണ്ടുപിടിക്കണം. ഇത് ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു ഓവറാൾ പ്രോബബിലിറ്റി, ഇത് എഫ് ഓഫ് എക്സ് റെപ്രസെന്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി വാല്യൂസിനെയാണ്. ഓവറാൾ പ്രോബബിലിറ്റിയുടെ സം എത്രയെന്നാണ് ഞാൻ പറഞ്ഞത്? 1 ആണെന്നാണ് പറഞ്ഞത്. അപ്പോ ഈ പ്രോബബിലിറ്റീസ് ഏതൊക്കെയാണ്? എ, 3a, 5a, 7a, 9a, 11a, 13a, 15a, 17a. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. a plus 3 4, 4 plus 5 9, 9 plus 7 16, 16 plus 9 25, 25 plus 11 36, 36 plus 13 49, 49 plus 15 എന്ന് പറയുന്നത് 64, 64 plus 17 81. സോ 81a ആണ് ഓവറാൾ പ്രോബബിലിറ്റീസിന്റെ സം. അത് എന്തിന് ഈക്വൽ ആണ്? 1 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? 1/81 എന്ന് എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? 1/81 എന്ന് എനിക്ക് എഴുതാം. സോ എയുടെ വാല്യൂ എനിക്ക് കിട്ടി 1/81 എന്ന്.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? നൗ അടുത്ത് കണ്ടുപിടിക്കാൻ എന്താ പറയുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ 3. എക്സിന്റെ വാല്യൂ 3യെക്കാളും ലെസ് ദാൻ ആണ്. 3യെക്കാളും ലെസ് ദാൻ വരുന്ന കേസുകൾ ഏതൊക്കെയാണ്? 0 വരുന്ന കേസ്, 1 വരുന്ന കേസ്, 2 വരുന്ന കേസ്. അതിന്റെ എല്ലാത്തിന്റെയും പ്രോബബിലിറ്റീസിന്റെ സം എടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. പി ഓഫ് എക്സ് ലെസ് ദാൻ 3 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എക്സ് ലെസ് ദാൻ 3. എക്സ് ലെസ് ദാൻ 3 വരുന്ന സമയത്ത് ഏതൊക്കെയാണ് കേസ് വരുന്നത്? ഇത് ഓക്കെ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. കാര്യം എന്താ? 3യെക്കാളും ലെസ് ദാൻ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? a പ്ലസ് 3a പ്ലസ് 5a, a പ്ലസ് 3a 4a, 4a പ്ലസ് 5a എന്ന് പറയുന്നത് എത്ര വരും? 9a. സോ 9 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? 1/81. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 981 കട്ടായി പോകും. എന്ത് കിട്ടും? 1/9 എന്ന് കിട്ടും. അപ്പോ പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 3യെക്കാളും ലെസ് ദാൻ a 3a 5a മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, 9a എന്ന് കിട്ടും. 9 ഇൻറ്റു എയുടെ വാല്യൂ 1/81, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/9 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞു. ഇനി എനിക്ക് എന്താ വേണ്ടത്? വേരിയൻസ്. വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു വേരിയൻസിന്റെ എക്സ്പ്രഷൻ ഞാൻ എഴുതി. എന്തായിരുന്നു വേരിയൻസ് എന്ന് പറയുന്നത്? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ രണ്ട് ടേം വേണം. ഇ ഓഫ് എക്സും വേണം, ഇ ഓഫ് എക്സ് സ്ക്വയറും വേണം. ഓക്കെ, ആദ്യം ഞാൻ ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഇ ഓഫ് എക്സ് എന്താണ്? ഇ ഓഫ് എക്സിന്റെ ഫോർമുല സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്താണ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി, എക്സിന്റെ വാല്യൂ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. 0 ഇൻറ്റു എ 0, 1 ഇൻറ്റു 3a 3a, 2 ഇൻറ്റു 5a എത്ര? 10a, 3 ഇൻറ്റു 7a 21a, then 4 ഇൻറ്റു 9a 36a, 5 ഇൻറ്റു 11. ആ രീതിയിൽ പൊക്കോണ്ടിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈക്വൽ ടു 0 ഇൻറ്റു എ എത്ര വരും? 0. 1 ഇൻറ്റു 3a 3a തന്നെയാണ്. സോ 0 പ്ലസ് 3a പ്ലസ് 5a പ്ലസ് 5 ഇൻറ്റു 2 10a എന്നാവും. സോ 3a പ്ലസ് 10a പ്ലസ് എക്സെട്ര. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇതെല്ലാ ടേമും കൂടെ ആഡ് ചെയ്യുക. 8 ഇൻറ്റു 17a, 8 ഇൻറ്റു 17a. സോ ഇതെല്ലാം സമ്മും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാ ടേംസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 444 ടൈംസ് ഓഫ് എ എന്ന് കിട്ടും. 444a എന്ന് കിട്ടും. സോ 444a 444 ഇൻറ്റു എയുടെ വാല്യൂ എത്രയെന്നാ പറഞ്ഞത്? 1/81. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ 1/81 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 5.48. ഓക്കെ, ആ രീതിയിൽ ഇ ഓഫ് എക്സ് കിട്ടും. സോ ഇ ഓഫ് എക്സ് തന്നെയാണ് എന്തെന്ന് പറഞ്ഞത്? മീൻ എന്ന് പറയുന്നത്. ഇ ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഇ ഓഫ് എക്സ് സ്ക്വയർ കാണുക. എന്താണ് ഇ ഓഫ് എക്സ് സ്ക്വയർ? ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. സോ എക്സ് സ്ക്വയർ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇവിടെയും ഇതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ എക്സിന്റെ വാല്യൂസിന്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു ആ വാല്യൂ, അതിന്റെ പ്രോബബിലിറ്റി. 0 സ്ക്വയർ ഇൻറ്റു എ 0, 1 സ്ക്വയർ ഇൻറ്റു 3a, അതുപോലെ 2 സ്ക്വയർ ഇൻറ്റു 5a, 3 സ്ക്വയർ ഇൻറ്റു 7a. നോക്കാം. 0, 1 സ്ക്വയർ ഇൻറ്റു 3a 3a, 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 5a 4 ഇൻറ്റു 5a. അടുത്ത 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ഇൻറ്റു 5 7a. അടുത്ത 4 സ്ക്വയർ എത്രയാണ്? 16 ഇൻറ്റു 9a. ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ സം ചെയ്യുക. എല്ലാ വാല്യൂസും കൂടെ 8 സ്ക്വയർ ഇൻറ്റു 17a. ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ എല്ലാ എലമെന്റ്സിനെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2796 എ എന്ന് കിട്ടും. സോ വീണ്ടും എയുടെ വാല്യൂ 1/81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2796 ഇൻറ്റു 1/81 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 34.5 എന്നാണ്. സോ 34.5 ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. 34.5 അത് ഇ ഓഫ് എക്സ് 5.48, ഇ ഓഫ് എക്സ് സ്ക്വയർ 34.5. സോ ഈ രണ്ട് ടേംസും വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വേരിയൻസ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് വേരിയൻസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ. ഫോർമുല എങ്ങനെയാണ്? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? ഇ ഓഫ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ 34.5.
5 മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, അതായത് 5.48ന്റെ സ്ക്വയർ, 5.48ന്റെ സ്ക്വയർ. സോ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 4.47 എന്ന് കിട്ടും. ഇതാണ് വേരിയൻസ്. ഓക്കെ, ഇതാണ് വേരിയൻസ്. അപ്പൊ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണ്, വേരിയൻസ് കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്തത്. അതുപോലെ നമുക്ക് പ്രോബബിലിറ്റി വാല്യൂവിന്റെ വേരിയബിൾ എന്തായിരുന്നു, അവിടെ എ എന്ന് പറയുന്ന വേരിയബിൾ അനുസരിച്ചാണ് എല്ലാ പ്രോബബിലിറ്റി എഴുതിയിരിക്കുന്നത്. സോ ആ എ കണ്ടുപിടിക്കാൻ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്, ഓവറാൾ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും. അതിന് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, എയുടെ വാല്യൂ 1/81 എന്ന് കിട്ടി. സോ എയുടെ വാല്യൂ എനിക്ക് കിട്ടി എത്രയാണ്, 1/81. അതേപോലെ നമ്മൾ മീൻ കണ്ടുപിടിച്ചു, ഇ ഓഫ് എക്സ് അത് എത്രയാണ്, 5.48 എന്നാണ്. അതുപോലെ ഇ ഓഫ് എക്സ് സ്ക്വയർ 34.5 ആണ്. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്, വേരിയൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4.47 എന്നാണ്. ഓക്കെ, അത്രയും കാര്യമാണ് കണ്ടുപിടിച്ചത്. സോ നമ്മൾ പറഞ്ഞത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, റാൻഡം എക്സ്പെരിമെന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ പ്രോബബിലിറ്റിയുടെ വേരിയബിൾ വന്നിരിക്കുന്നതിനനുസരിച്ചുള്ള ആ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഓവറോൾ പ്രോബബിലിറ്റീസിന്റെ സം 1 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൂടുതൽ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് ആപ്പിൽ എന്തായാലും അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും കാണണം. താങ്ക് യു.